നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കരുണയുടെ പത്തിയൊക്കെ താന്നു. കാരണം ഇതുപോലൊരു തിരിച്ചടി ഇനി കരുണയ്ക്കും മുത്തശ്ശിക്കും പ്രതാപനും കിട്ടാനില്ല. അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ വീഴുമെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ആ ഒരു അവസ്ഥയാണ് കരുണയ്ക്ക് സംഭവിച്ചത്. കാര്യം താങ്ങാനാവാത്തത്രയും, കാരണം ഒരു കുരുന്ന് ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷെ ആ രീതിയിൽ ഗർഭിണിയായിട്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടെ മഹാലക്ഷ്മിനെയും കണ്ണനെയും കൊല്ലാൻ വേണ്ടി മുത്തശ്ശിക്കൊപ്പം ചേർന്ന് ആ കൊടും മഹാപാപം ചെയ്ത ആ ഒരു പെൺകുട്ടിയാണ് നമ്മുടെ കരുണയ്ക്ക് കിട്ടിയ ആ ഒരവസ്ഥ ഒട്ടും മോശമില്ലാത്ത ഒരവസ്ഥ തന്നെയാണ്. പക്ഷേ ട്വിസ്റ്റ് അതൊന്നുമല്ല. ഈ ഒരു വലിയൊരു ഇത് ജീവിതത്തിൽ ഇത്രയും താങ്ങാനാവാത്ത ദുഃഖം സംഭവിച്ചിട്ട് പ്രതാപനും മുത്തശ്ശിയും കൂടെ ആ കുറ്റം മുഴുവനും മഹാലക്ഷ്മിക്കും മോഹിനിക്കും കൂടെ വെക്കുകയാണ്. അതാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. അങ്ങനെ പ്രതാപൻ വന്ന് മോഹിനിയുടെ നേർക്കങ്ങ് ചാടയാണ്. എൻ്റെ മോളെ നീയും നിൻ്റെ മോളും കൂടെ ചേർന്ന് കൊല്ലാൻ നോക്കിയിടി, എൻ്റെ മോളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടുകൂടി എന്നൊക്കെ പറഞ്ഞ് മോഹിനിയുടെ മെക്കിട്ട് പ്രതാപൻ അങ്ങ് കയറുകയാണ്. എന്നിട്ട് അടിക്കാനായിട്ട് ഓങ്ങണം. അപ്പോഴേക്കും മഹാലക്ഷ്മി വേഗം അവിടെ കടന്നു വരികയാണ്. അപ്പോൾ പ്രതാപൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ അമ്മയുടെ ദേഹത്തു നിന്ന് കൈയെടുക്കണോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അയാൾ ആദ്യം ഇങ്ങനെ നോക്കണം. പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല മഹാലക്ഷ്മി അവിടെ ഉണ്ടാകും എന്ന് പ്രതാപൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, താനെന്നെ നമ്മുടെ മുന്നിൽ നാടകം കളിക്കുകയാണോ? കരുണയ്ക്ക് ഇന്ന് ഈ ഒരു അവസ്ഥ വരാൻ കാരണം ആരാ? ഞാനും അമ്മയാണോ? നിങ്ങൾ ചെയ്ത കുതന്ത്രത്തിൻ്റെ പണി നമ്മളിൽ ഏക്കാത്തത് ഞങ്ങളുടെ കുറ്റമാണോ എന്ന് ചോദിച്ചു. അപ്പം പ്രതാപൻ ഞെട്ടാണ്. അപ്പോൾ എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് കണ്ണേട്ടൻ്റെ അച്ഛനെ ഒരിക്കൽ നിങ്ങളെ ലോറി ഇടിച്ച് കൊല്ലുന്ന ആ തൽക്ഷണം തന്നെ അച്ഛൻ മരിക്കുകയും കണ്ണേട്ടനെ ഈ ഒരു അവസ്ഥ വരാനൊക്കെ കാരണം ആരാണെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ വലിയ വിളച്ചിലൊന്നും എടുക്കണ്ട, ഇതൊക്കെ എനിക്കറിയാം കുത്തിപ്പൊക്കി മുന്നോട്ട് കൊണ്ടുവരാനൊക്കെ എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട്. ഇതിൻ്റെ പേരിലെങ്ങാനും എൻ്റെ അമ്മയുടെ നേർക്കെങ്ങാനും കൈ പൊക്കുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ അമ്മയും വിവരം അറിയുമെന്ന് മഹാലക്ഷ്മി താക്കീത് കൊടുക്കുകയാണ്. എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അന്ന് നടന്ന സംഭവം, എൻ്റെ അമ്മയുടെ പിറന്നാളിന് നടന്ന സംഭവം എന്താണെന്ന് ഞാൻ പറയാം. എനിക്ക് വേണ്ടിയിട്ട് കരുണ പായസം എനിക്ക് ഇഷ്ടമാണെന്ന് കരുതിയിട്ട് എന്നെ കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ സ്നേഹത്തോടെ എനിക്ക് പായസമൊക്കെ തന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് അത് ഞങ്ങൾ കുടിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്കാണ് ആ സന്യാസി വന്നത്. ആ സന്യാസി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനായിട്ട് ഒരു കപ്പിൽ ഒഴിച്ചപ്പോൾ തണുത്ത പായസം വേണമെന്ന് പറഞ്ഞു. അപ്പം വിഷം ചേർക്കാത്ത പായസം ഫ്രിഡ്ജിനകത്ത് കരുണ മാറ്റിയിട്ട് വിഷം ചേർത്ത പായസം എനിക്കും കണ്ണേട്ടനും തന്നു ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണോ എന്നറിയില്ല, ആ സന്യാസി ഇവിടെ വരികയും നമുക്ക് ആ പായസം ഞങ്ങളെ അത് മാറ്റിച്ച് ആ തണുത്ത പായസം ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ പായസം ഞങ്ങൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് അതിങ്ങെടുത്തു. അങ്ങനെ പായസം മാറി. ഇനി അതിലെന്താണ് ചേർത്തെന്നും അതിനുശേഷം എന്താ നടന്നതെന്നുള്ളത് നിങ്ങൾ പറയാൻ പറയും മഹാലക്ഷ്മി. ഇത് കേട്ടപ്പോൾ പ്രതാപൻ ആകെ ഞെട്ടാണ്. എന്തായാലും ഇത് അങ്ങനെ ഇങ്ങനെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട്. എൻ്റെ അമ്മയുടെ നേർക്കെങ്ങാനും ഇനി നിങ്ങളുടെ കൈ പൊങ്ങിയാൽ നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞ് മഹാലക്ഷ്മി ഭീഷണിപ്പെടുത്താണ്. അപ്പോൾ പ്രതാപൻ പോയതിൻ്റെ പിന്നാലെ തന്നെ ദേ വരണു ആര്? നമ്മുടെ മുത്തശ്ശി, പ്രതാപൻ്റെ അമ്മ വരികയാണ്. എടി ഒരുമ്പൊട്ടോളെ, നീ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ ആശുപത്രി കിടന്ന് ചെറുമോളുടെ ഈ സീനൊക്കെ കണ്ടിട്ട് ആകെ അങ്ങ് താങ്ങാനാവുന്നില്ല മുത്തശ്ശിക്ക്. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മുടെ മോഹിനിയുടെ നെഞ്ചത്താണ് അങ്ങോട്ട് കയറുന്നത്. അങ്ങാടി തോറ്റേന് അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞാണ് കേട്ട്, നീ എന്താടി എൻ്റെ കൊച്ചിന് ചെയ്തത്? എൻ്റെ കുഞ്ഞിന് ഈ അവസ്ഥ വന്നത് നീ കാരണമാടി, നീ നിൻ്റെ മോളും നീയൊക്കെ എന്നാടി എൻ്റെ കുഞ്ഞിനെ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് തെറിച്ചോണ്ട് അങ്ങ് വരാം കേട്ടോ. അപ്പം എന്നിട്ട് നേരെ മോഹിനിയെ തല്ലാനായിട്ട് വന്നത് മോഹിനി ആ കൈ അങ്ങ് വിലക്കി. മോഹിനി ആദ്യമായിട്ടാണ് അമ്മയുടെ കൈ പിടിച്ച് അങ്ങനെ വിലക്കണത്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, അതെ വലിയ അഭ്യാസ പ്രകടനങ്ങളൊന്നും കാണിക്കണ്ട, എന്താ സംഭവിച്ചതെന്നുള്ളത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം, കേൾക്കണമെന്ന് ചോദിക്കും. അപ്പം നീ എന്നാടി എൻ്റെ അടുത്ത് കതിർത്ത് സംസാരിക്കാനോടി എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും മുത്തശ്ശി ഇങ്ങനെ ഷൗട്ട് ചെയ്യണം. അപ്പോൾ ആ സമയം മോഹിനി ഒട്ടും വിട്ടുകൊടുത്തില്ല. എന്നിട്ട് മോഹിനി നന്നായിട്ട് അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മഹാലക്ഷ്മി അങ്ങ് ലാൻഡ് ചെയ്യുകയാണ്. മഹാലക്ഷ്മി വന്നിട്ട് പറയുന്നുണ്ട്, അതെ വലിയ അഭ്യാസ പ്രകടനങ്ങളൊന്നും വേണ്ട, കരുണ ചെയ്തതിൻ്റെ ബല അവൾ ഇന്ന് അനുഭവിക്കുന്നത്. ഇന്ന് അവൾക്ക് ആ കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണമെങ്കിൽ അവൾ അത്രയും വലിയ മഹാപാപം ചെയ്തു. സ്വന്തം അമ്മയുടെ വയറ്റിലുണ്ടായതാണ് ഞാനും അവൾ, ഒരമ്മയുടെ വയറ്റിലുണ്ടായത്. ഇത്രയും ഒരു കൊടും ക്രൂരത ഇവർക്ക് ചെയ്യാൻ എങ്ങനെ സാധിച്ചു? ഇതിനെല്ലാം കാരണക്കാർ
കുറ്റക്കാരി നിങ്ങൾ ഒരുത്തി തന്നെയാണ്. കാരണം കുഞ്ഞുനാൾ മുതലേ എൻ്റെ അമ്മയിൽ നിന്ന് അകറ്റി നിങ്ങളാണ് അവളെ കൂടുതലും വളർത്തിയെടുത്തത്. അവളെ ചെവിയിൽ വേണ്ടാത്തതെല്ലാം പറഞ്ഞു കൊടുത്ത് അവളെ ഈ നിലയിലെത്തിച്ച് ഇന്ന് അവളുടെ ജീവിതം ഈ ഒരു അവസ്ഥയിലൊക്കെ ആവാൻ കാരണം നിങ്ങൾ ഒരുത്തി കാരണമാണ്. എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും ബാക്കി സംഭവങ്ങൾ പോലെ ഞാൻ ഇത് വിടുന്നില്ല. ഇതെന്തായാലും ഞാനും കണ്ണേട്ടനും ഇത് പോലീസിൽ പരാതിപ്പെടുകയും ഇതിൻ്റെ പിന്നിലുള്ള ആരൊക്കെയാണ് കളിച്ചതെന്നുള്ളതും എല്ലാം പോലീസ് എന്നെ തെളിയിച്ചെടുക്കട്ടെ എന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ നമ്മുടെ മുത്തശ്ശിക്ക് ആകെ ഒരു ഷോക്കായി പോവാണ്. ഇനി എങ്ങാനും എവള് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആകെ പിടിക്കപ്പെടൂലേ, എല്ലാം കയ്യിൽ നിന്ന് പോകും. ഇതെന്താ സംഭവിക്കാൻ പോണെന്നൊന്നും അറിയില്ല. അങ്ങനെ ആകെ പിടുത്തം വിട്ട് മുത്തശ്ശി നിൽക്കണം. എന്നിട്ട് പിന്നെ നേരെ മഹാലക്ഷ്മി അവിടെ നിന്ന് പറയുന്നുണ്ട്, എൻ്റെ അമ്മയുടെ നേർക്കെങ്ങാനും ഇതും പറഞ്ഞ് ഇനി കയറി വന്ന നിങ്ങൾ ഇനി വിവരം അറിയുമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിക്ക് നല്ല താക്കീത് മഹാലക്ഷ്മി കൊടുക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് നേരെ മഹാലക്ഷ്മി നേരെ അങ്ങോട്ട് കണ്ണൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കാണാം ഉണ്ണി ഏതോ ഭ്രാന്തന്മാരെ പോലൊക്കെ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞ് മഹാലക്ഷ്മിനെയും കണ്ണനെയും അതും ഇതുമൊക്കെ പറഞ്ഞ് ദുർഗയുടെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. കാരണം പുള്ളിയുടെ റിലേച്ച് പോയിരിക്കുക. കാരണം ഇത്രയും വലിയൊരു ഷോക്ക്. കാരണം ഉണ്ണി മഹാലക്ഷ്മിനെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ള ആണെങ്കിലും ഈ ഒരു കൃത്യം ചെയ്യേണ്ടെന്ന് ഉണ്ണി നല്ലപോലെ നമ്മുടെ കരുണയുടെ അടുത്തൊക്കെ പറഞ്ഞതാണ്. എന്നിട്ട് മഹാലക്ഷ്മി ചെന്ന് കയറിയതും മഹാലക്ഷ്മിയുടെ മെക്കിട്ട് അങ്ങോട്ട് കയറണുണ്ട്. നീ ഒറ്റ കാരണമാണ് എൻ്റെ കരുണയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നത്. നീ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിൽ പിന്നെ നിനക്ക് ഒരു ദാമ്പത്യ ജീവിതം കിട്ടാത്തത് കൊണ്ട് നിനക്ക് കുട്ടികളുണ്ടാവില്ല. അപ്പോൾ എൻ്റെ പാവം കരുണ ഗർഭിണിയായി അവൾക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് അറിഞ്ഞപ്പോൾ നീ മനഃപൂർവ്വം ഈ കൊടും വിഷം അവളുടെ ഉള്ളിൽ കൊടുത്ത ലേഡീസ് ആ പായസത്തിലൂടെ എന്നൊക്കെ ചോദിച്ച് ഉണ്ണി അങ്ങ് വലിയ ഷോ കാണിക്കുകയാണ്. അപ്പോഴേക്കും മഹാലക്ഷ്മി പറഞ്ഞു, നിർത്തടാ, നിൻ്റെ വാടക്കടാ, നീ ആരോടാടാ പറയണത്? എന്താടാ ഞാൻ ചെയ്തത്? നിൻ്റെ ഭാര്യ കരുണ തന്നെടാ ഇതിനുള്ള വളമൊക്കെ വെച്ച് തന്നത്. നീ അവളും അവളെ മുത്തശ്ശിയും കൂടെ ചേർന്ന് എന്നെയും കണ്ണേട്ടനെ അപായപ്പെടുത്താൻ നോക്കിയതാണ്. പക്ഷേ ഏറ്റില്ല. എൻ്റെ ഭാര്യയ്ക്ക് തന്നെ ഈശ്വരനുണ്ടെന്ന് പറയുന്നത് ഇതാടാ. നിൻ്റെ ഭാര്യയ്ക്ക് തന്നെ അതിൻ്റെ തിരിച്ചടി കിട്ടി. ഇപ്പോൾ സമാധാനം ആയോ? ആ ഒരു കുരുന്ന് ജീവൻ കളഞ്ഞപ്പോൾ നിനക്കൊക്കെ സമാധാനം ആയില്ലേ? എന്നിട്ട് നീ എൻ്റെ മെക്കിട്ട് കയറുന്നോ? നീ വലിയ ഷോ ഒന്നും കാണിക്കണ്ട. നീ അധികം വിളഞ്ഞാലുണ്ടല്ലോ അപ്പോഴേക്കും നമ്മുടെ ദുർഗം അങ്ങ് ചാടി വീണു. നീ ആരോടത്താടി നീ സംസാരിക്കുന്നത്? നിനക്ക് ഇത്രയും വലിയ ഇതായോ? ഞാൻ ഉള്ളതുപോലെ പറയും. ഈ കൃത്യത്തിൽ അവൻ ഇത്രയും കിടന്ന് ചാടേണ്ട കാര്യമൊന്നുമില്ല. അവൻ്റെ ഭാര്യയ്ക്കും ഭാര്യയുടെ അച്ഛനും മുത്തശ്ശിക്കും ഒക്കെ അറിയാം എന്താ അവിടെ അന്ന് നടന്നതെന്നുള്ളത്. പക്ഷേ സങ്കടമായിപ്പോയി. കാര്യം അവർ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല. തിരിച്ചടി കിട്ടിയത് ഞങ്ങൾക്കല്ല, നിൻ്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും തന്നെ എന്ന് പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി കിടന്ന് നന്നായിട്ട് മാസ് ഡയലോഗ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ശബ്ദം പോലെ നമ്മുടെ കണ്ണൻ്റെ ഒച്ച അവിടെ പൊങ്ങി വരികയാണ്. എന്നിട്ട് കണ്ണൻ വന്നിട്ട് പറയും, നീ ആരോടാടാ സംസാരിക്കണത്? എൻ്റെ ഭാര്യയോടാ. എടാ ഇതെൻ്റെ പേരിനുള്ള വീടാണ്. എൻ്റെ ഭാര്യയ്ക്കും എനിക്ക് അവകാശം കഴിഞ്ഞേ ഉള്ളൂ. പിന്നെ ഈ നിൽക്കുന്ന നിൻ്റെ അമ്മ എൻ്റെ രണ്ടാനമ്മയാണ്. എനിക്ക് ഇവരെ നോക്കണമെന്നില്ല. ഒരു കാര്യം ചെയ്യുക, നീ നിൻ്റെ ഭാര്യയെ ഇനി വേറൊരു വീടെടുത്ത് മാറിക്കുക. പോകുമ്പോൾ ഈ അമ്മേനെ കൂടെ കൊണ്ടുപോക്കണം. നീ വലിയ ഷോ കാണിച്ചുണ്ടല്ലോ, നീ നിൻ്റെ ഭാര്യയും വലിയൊരു കാണിക്കൽ കാണിക്കുന്നു. നിൻ്റെ ഭാര്യയ്ക്ക് എന്തായിരുന്നു അഹങ്കാരം? അവളെ കയ്യിലിരിപ്പിന് ഇത്രയും വലിയ ഒരു മഹാപാപം ചെയ്ത് അവൾക്ക് ഇതൊന്നും പോരാ, ഇതിൽ നിന്നും കൂടുതൽ ശിക്ഷയായിരുന്നു അവൾക്ക് കിട്ടേണ്ടിയിരുന്നത്. അവിടെ വലിയ ഷോ ഒന്നും കാണിക്കാനായിട്ട് നീ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. നിൻ്റെ കൂടും കിടക്കുക എല്ലാം എടുത്തോണ്ട് ഇപ്പം ഇറങ്ങിക്കോണം ഇവിടെ എന്ന് പറയുന്നുണ്ട്. മേലിൽ ഇന്ന് ഈ സംസാരിച്ചതിരുന്നോട്ടെ, ഇനി മേലിൽ എൻ്റെ ഭാര്യയായ മഹാലക്ഷ്മിയുടെ നേരെ നിൻ്റെ കൈ പൊങ്ങിയെന്നോ അല്ലെങ്കിൽ നിൻ്റെ നാവ് പൊങ്ങിയെന്നോ ഞാൻ അറിയരുത്. ആ നിമിഷം നിന്നെ ഞാൻ ചവിട്ടി വെളിയിലാക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ദുർഗയും നമ്മുടെ ഉണ്ണിയൊക്കെ അമ്പരന്ന് നിൽക്കുകയാണ്. കാരണം കണ്ണ ഇത്രയും ഷൗട്ട് ചെയ്ത് പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ അതെന്ന് വെച്ചാൽ ഇറങ്ങിപ്പോ എന്ന് പറയണതിന് തുല്യമല്ലേ. കാരണം ഇത്രയും സംഭവം അവർ ചെയ്ത് വെച്ചിട്ടേ, ഉണ്ണിയും അവൻ്റെ സ്വന്തം ഭാര്യ കരുണയും മുത്തശ്ശിയും കൂടെ ചേർന്ന് ചെയ്ത് വെച്ചിട്ട് തിരിച്ചടിയായിട്ട് അവർക്കങ്ങ് കിട്ടിക്കഴിഞ്ഞപ്പോൾ നേരെ പ്ലേറ്റ് മറിക്കുകയാണ്. മഹാലക്ഷ്മിയും മോഹിനിയും കൂടെ ചെയ്ത മട്ടിലാക്കി. ഇതൊന്നും അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും ഇതിനെ തുടർന്ന് കേസ് കൊടുക്കുന്നുണ്ട്. പോലീസ് കേസ് തെളിയിക്കട്ടെ എന്നാന്ന് തീർത്തും കരുണയും
നമ്മുടെ മഹാലക്ഷ്മിയും അതുപോലെ തന്നെ നമ്മുടെ കണ്ണനും പറയുന്നുണ്ട്. കാരണം ഇത്രയും കൊണ്ടൊന്നും പഠിച്ചില്ല, ഇനിയും പഠിക്കാൻ കിടക്കണതേ ഉള്ളൂ നീയൊക്കെ എന്ന് പറഞ്ഞ് രണ്ടെണ്ണത്തിൻ്റെ വാ പൊട്ടിക്കുകയാണ്. ആര്? ദുർഗയുടെയും മോൻ്റെയും ഉണ്ണിയുടെയും. അപ്പോൾ ഇന്നത്തെ ഏകദേശം ഒരു ഇൻട്രോയിലൊക്കെ വരുന്നത് ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ കരുണയുടെ പത്തി താന്നു, പക്ഷേ എങ്കിലും മുത്തശ്ശിയുടെ അച്ഛനും 100 തന്നെ നിൽക്കുകയാണ്. കുറ്റം മുഴുവനും ഇപ്പം മഹാലക്ഷ്മിയുടെയും മോഹിനിയുടെയും പേരിനും കൂടെ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വരും എപ്പിസോഡുകളിൽ നമുക്ക് കണ്ടു തന്നെ അറിയാം നമ്മുടെ മഹാലക്ഷ്മി സീരിയൽ ഏത് രീതിയിൽ എങ്ങനെയൊക്കെയാണ് മാറി മറിയുന്നു എന്നുള്ളതൊക്കെ. കരുണ ഇനി ഈ ഒരു ഘട്ടത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നത് ഉഗ്രരൂപിണിയായിട്ടാണോ അതോ ഒരു സാധാ ഒരു സ്ത്രീ ആയിട്ടാണോ തിരിച്ചു വരുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും നമ്മുടെ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും ജീവിതത്തിൽ സന്തോഷകരമായ വാർത്തകളൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും കാത്തു തന്നെ ഇരിക്കാം. നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയുമായി നിങ്ങളുടെ സ്വന്തം സുമി മുഫാസ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. എല്ലാവർക്കും ഇന്നൊരു നല്ല ഡേ ആവട്ടെ കേട്ടോ. ഓക്കെ, ബൈ.